അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 പവിത്രത എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വിധം വളരെ പുണ്യമുള്ളതും ശ്രേഷ്ഠമായതും അസുലഭ മുഹൂർത്തങ്ങളുമാണ് എന്നാലും മറന്നു പോകാതിരിക്കുക. ഈ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം പ്രവാചകൻ്റെ ഹദീത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. യുഅദലു സുയാമി കുല്ലി യൗമി മിന്നാബി സുയാമി സന. ഇതിലെ ഓരോ ദിവസത്തിലെയും നോമ്പിന് ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. അതിനോട് തുല്യമായ കൂലി കിട്ടുന്ന നോമ്പാണത്രേ. മാത്രമല്ല വ ഖിയാമു കുല്ലി ലൈലത്തിൻ മിന്നാ ബി ഖിയാമി ലൈലത്തുൽ ഖദ്രി. ഇതിലെ ഓരോ രാവിലും നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിനോട് തുല്യമായ പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് ഇത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ വളരെ വലിയ മഹത്വമുണ്ട് ഈ ദിവസങ്ങളിലെ നോമ്പിനെ എന്ന് മനസ്സിലാക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഖളായ നോമ്പുകളെയും ഇതിനോടൊപ്പം കരുതിയാൽ ഖളാ വീട്ടിലുമാകും ഈ സുന്നത്ത് പിടിച്ചതിൻ്റെ കൂലിയും കിട്ടും. വളരെ വലിയ പ്രതിഫലമാണ്. രാവിൻ്റെ സമയങ്ങളും യാമങ്ങളും നിസ്കാരവും പ്രാർത്ഥനയുമായി കഴിയാൻ നമുക്ക് കഴിയണം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഈ സുദിനമായ സുദിനങ്ങളെ ആദരിക്കുന്നവരും അതുപോലെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നവരിൽ പെടാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ രാവും പകലുമെല്ലാം ദുആയ്ക്ക് ഇജാബത്തുള്ള ദിവസമായി പ്രവാചകൻ എണ്ണിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നഹു ലാ യുറദ്ദു ഫീഹിന്ന ദുആ, ഈ ദിവസങ്ങളിൽ ദുആ തട്ടപ്പെടുകയില്ല എന്നാണ്. എത്രയോ പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. എത്രയോ വിഷമങ്ങൾ മാറണമെന്ന ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇങ്ങനെ സുന്ദരമായ വളരെ മനോഹരമായി ഇജാബത്ത് കിട്ടുന്ന വലിയ അവസരങ്ങളെ അള്ളാഹു നൽകിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ? അപ്പോൾ ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ കിട്ടിയ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. ഇതിൻ്റെ രാവും പകലും എല്ലാം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ചുകൊണ്ട് പറയാൻ, നമ്മുടെ ദുരിതങ്ങൾ മാറാൻ, ദാരിദ്ര്യങ്ങൾ നീങ്ങിക്കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, അങ്ങനെ 100 പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് വലിയൊരു സുവർണ അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കി പരമാവധി അള്ളാഹുവിലേക്കിട്ട് ദുആ കൊണ്ടെടുക്കുക. ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല. നാഥനായ റബ്ബ് നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.